ഹായ്, ഞങ്ങളെ ഇന്നൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. സാൻവിക്കുട്ടി സ്കൂളിൽ പോകാൻ പോവുകയാണ്. ഇപ്പോൾ പ്രീ കെ ജിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു ടിഫിൻ ബോക്സ് വാങ്ങിക്കണം. ബാഗ് സ്കൂളിൽ നിന്ന് തരും. പിന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ടീഷർട്ട് അവർ തരും. പിന്നെ അതിന് പാൻറ്റ് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ സാൻവിക്കുട്ടിക്ക് കാറിലിരുന്ന് കൊടുക്കാനായിട്ട് അപ്പോൾ ബിസ്ക്കറ്റ്, പാത്രത്തിൽ ബിസ്ക്കറ്റ്, 2 പഴം പൊതിഞ്ഞെടുത്തേക്കുക, 2 പഴം, പിന്നെ വാട്ടർ ബോട്ടിലിൽ വെള്ളം, ഇതൊക്കെയായിട്ട് തയ്യാറെടുത്ത് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ടെക്സ്റ്റൈൽസിലേക്ക് പോണ വഴിയാണ് കേട്ടോ. ഇവിടുത്തെ സ്ലാബ് മതിലൊക്കെ നോക്കിയാൽ നല്ല ഡിസൈൻ. എൻ്റെ സ്ലാബ് മതിലിനൊക്കെ നല്ല ഭംഗിയില്ല. സ്ലാബ് മതിലൊക്കെ പണിതിരിക്കണം. ഹനുമാൻ കോവില് കൊത്തുപണികളൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് മുട്ടിയാണ് അടുത്ത അമ്പലം. ഈ വഴിയോ, ഈ കുഞ്ഞു വഴിയാണ് ഇത് എനിക്ക് അറിഞ്ഞൂടാ. അതിന് അത് ചേർന്ന് തന്നെ അതെ അടുത്ത ഒരു അമ്പലം. അമ്പലങ്ങൾ ഒരുപാട്. ഓ, അമ്പാട്ടിയെ കാണുമ്പോ ഒരാൾ തൊഴുവാ. എവിടെ അമ്പാട്ടി? ആ, ഇതെന്താണ് ഈ വണ്ടിയിൽ വെച്ചിരിക്കണേ? ചോളം. വൈകുന്നേരം ആയപ്പോൾ വഴിയോര കച്ചവടക്കാരൊക്കെ ആക്റ്റീവായി. ഇവിടുത്തെ ഇതുണ്ടോ, നല്ല കച്ചവടങ്ങളാണ് ഇവിടെയൊക്കെ. നല്ല ഭംഗി, നല്ല ഭംഗി ഭരണികളൊക്കെ കാണാൻ. ഇവിടെ മാമ്പഴം 3 കിലോ 100 രൂപ ലോറിയിൽ വിൽക്കാൻ വെച്ചേക്കണം. നമ്മുടെ അവിടെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അതെ, 3 കിലോ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചത്. റോട്ടിൽ കൂടി പോകണുണ്ടോ പശുക്കളൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കും. ഇത് ചെന്നൈയിലുണ്ട് ഇങ്ങനെ ഒരുപാട് പശുക്കൾ ഇങ്ങനെ റോട്ടിൽ കൂടി നടക്കൽ ഉണ്ടോ. അപ്പം ഞങ്ങൾ സാൻവിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ടെക്സ്റ്റൈലിൽ പോകണമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും റോട്ടിലൊക്കെ ഭയങ്കര ബ്ലോക്ക്. വലിയ പാടായിരുന്നു വണ്ടി ഓടിക്കാൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഒട്ടും സ്ഥലമില്ലാണ്ട് ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് DMart തന്നെ വന്നു. ഞങ്ങൾക്ക് DMart തന്നെ വരേണ്ടി വന്നു. DMart ഒരുപാട് സ്ഥലമുണ്ട് കാർ പാർക്ക് ചെയ്യാൻ. അങ്ങനെ അവിടെ തന്നെ വന്നു. അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടാ. ജീൻസ് എന്താന്ന് വെച്ചാൽ യൂണിഫോം ഷർട്ട് കിട്ടുമ്പോൾ ജീൻസ് മാത്രം മതി. ജീൻസ് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. പാൻറ് ഒന്നും പറഞ്ഞാണ് പോയത്, പക്ഷെ പാൻറ്റൊന്നും അവിടെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ 4 ജീൻസ് എടുത്തു കേട്ടാ, മാറി മാറി ഇടാമല്ലോ. പിന്നെ 2 ടോപ്പ്, എന്താ ഇതൊന്ന്, പിന്നെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാ. ടോപ്പ് എടുക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, കണ്ടപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടു, അങ്ങനെ അത് വാങ്ങി. പിന്നെ ടിഫിൻ ബോക്സ് വാങ്ങിച്ചു. അത് കുറേ അധികമൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് സെലക്ഷനൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയത് എടുത്തു. എന്തുപറ്റി ഇവിടെ എന്താന്ന് നോക്കിയേ. ബാ ടെഡി ബെയർ ഉണ്ടാക്കി തരാം കേട്ടോ. അല്ല, ഇത് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തേ. ഓറഞ്ച് ടെഡി ബെയർ. ടിഫിൻ ബോക്സിൻ്റെ കാര്യം പറയട്ടെ. ടിഫിൻ ബോക്സ് ഇതാണ് കേട്ടോ. സെലക്ഷൻ കുറവാണ്. അത് പിന്നെ കഴിഞ്ഞ ആഴ്ച സ്കൂൾ തുറന്ന വലിയ പിള്ളേർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും
ഇപ്പം സെലക്ഷൻ കുറവ്, എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് നട്ട്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ മാച്ച് ചെയ്തൊരു പാത്രം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ദേ സാൻവിക്കുട്ടിക്ക് ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു, അങ്ങനെ ഇത് വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചിട്ട് ദേ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പരത്തുവാണ്. പിന്നെ അത് ഞങ്ങളൊരു ഫയൽ വാങ്ങി. പിന്നെ എന്താ ഷൂ, 4 ഷൂ. വാ കാണിക്കട്ടെ, അമ്മമ്മ കാണിക്കട്ടെ. 4 ഷൂ വാങ്ങി, 2 ജോഡി ഷൂ വാങ്ങിച്ചു. പിന്നെ കപ്പ് കേക്ക് ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ വിശന്നിട്ട് വയ്യാണ്ട് ഞങ്ങൾ കുറച്ച് കപ്പ് കേക്ക് വാങ്ങിച്ച് ഇപ്പോൾ തിന്നുവാണ്. തിന്നിട്ട് വേണം ഇനി അടുത്ത ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.